The set is biryani ചേട്ടനൊന്നും അടിക്കാൻ പോണത് മോർണിംഗ്. അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ്. രാവിലത്തെ ഇന്ന് നൈറ്റത്തെയും ഇന്നലത്തെ റൈഡ് ചെയ്തതിൻ്റെയും ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എണീച്ച് അയ്യോ സൺ സ്ലാപ്ഡ് എത്തി. ഉച്ചയൊക്കെ ആയപ്പോൾ ക്ഷീണമായി കിടന്നുറങ്ങി. രാവിലെ എണീച്ച് അപ്പോൾ ചായ പിടിക്കാൻ വേണ്ടി പോകാറ്. ഇവിടെയുള്ള കിടൽ തന്നെ ഉണ്ട് വീടുകളാണിത്. ഒന്നുമില്ലാതെ ഈ വീടിൻ്റെ പണ്ട് വരുമ്പോൾ ഈ വീട് പൊളിഞ്ഞ് കിടക്കായിരുന്നു. ഇപ്പോൾ ആരോ എടുത്ത് റെനോവേഷനൊക്കെ ചെയ്ത് അടിപൊളി മരമൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്താ ബാക്കിലേക്ക് ഗാർഡനും ഊഞ്ഞാലാടാൻ സെറ്റപ്പും എല്ലാം ഉണ്ട്. നല്ല കിടിലൻ ഒരു വീട്. അതായത് ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഹൗസ് ഓണർ ഇവിടെ ഇല്ല. തൊട്ടപ്പുറത്തെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഇതിൻ്റെ കെയർടേക്കറും ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗാർഡനും വീടെല്ലാം വൃത്തിയായി നോക്കുക. ബാക്കിയുള്ള അവർ വെക്കേഷന് വരുമ്പോഴുള്ള താമസിക്കുന്ന വീടാണെന്ന് തോന്നുന്നു ഓണർ. നൈസായിട്ടുണ്ട്. അവിടെ നിന്നുള്ള വ്യൂവും എന്താ ഇങ്ങനെ ഇരിക്കും. രാവിലെയൊക്കെ എണീച്ച് വന്ന് എൻ്റെ ജനൽ തുറന്നുള്ള കിടിലം വ്യൂ ഇതായിരിക്കും. ഇന്നലെ ഉച്ചയ്ക്ക് ഇത് എവിടേക്കൊക്കെ പോകാനൊക്കെ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പുളിഞ്ഞ ബിൽഡിംഗ് ഉണ്ടോ, പുളിഞ്ഞ ബിൽഡിങ്ങിന് അങ്ങോട്ടൊക്കെ പോകാൻ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കയറി പോകണം. ചായ കുടിക്കാൻ വേണ്ടി വന്നാൽ അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മേ ഒരു പണ്ടാരടങ്ങി കയറ്റമായിരുന്നു. പകുതിക്ക് വെച്ച് ഫെയിലായി. വണ്ടി കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ നടന്ന് കയറി. നല്ല വ്യൂ മോനെ. ഇത് ഈ ട്രാക്ക് കണ്ട എന്തൊക്കെ കൂടിയാണ് ഈ ചങ്ങായി വണ്ടി ഓടിച്ചിട്ട് അങ്ങോട്ട് പോയത്. അയ്യോ നല്ല ടാസ്ക് പിടിച്ച റോഡാണ്. അതേ വഴി കൂടെ ഒരാൾ നടന്നു വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതാണ് അർജുൻ പറഞ്ഞിരുന്നത്. ബൈക്ക് പോയിട്ടുള്ള കാഴ്ചകൾ കണ്ടതാണ്. നടന്നു വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് വന്ന വഴിയാണിത്. ഇന്നലെ വരുമ്പോഴൊക്കെ ഇവിടെ കൂടി ഇങ്ങനെ കോടടിച്ച് വരുന്നുണ്ടായിരുന്നു. ഇന്നൊന്നുമില്ല, നല്ല വെയിൽ. എന്താ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. എന്താ ഈ കിടക്കുന്ന സാധനം കണ്ട? ഇന്നലെ ഇവിടെ മുള്ളുമണ്ണി എന്തോ വന്നിട്ടുണ്ട്. ഒരു കുടയിൽ കുറഞ്ഞിട്ടുണ്ട് തോന്നണം. ഫുള്ള് മുള്ളാണ്. എന്താ സാധനം കണ്ട? ഏതാ ഐറ്റം? എന്താ അർജു? ഇവിടുത്തെ ഒരു കാര്യമായിട്ടുള്ള ക്യാരറ്റുകളിൽ സെറ്റ്.
ഇപ്പോൾ നമ്മൾ ഇന്നലെ നിന്ന സ്പോട്ടിൽ നിന്നും കുറേ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ വന്ന് നോക്കിയത്. ഫുള്ള് കുത്തിറക്കുവാണ് ഗൈസ്. വാവ്, എൻ്റെ മോനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂക്ക് പക്ഷേ നോക്ക് ഏതാ വ്യൂലേ. എൻ്റെ മോനെ ഓ അത് നോക്ക് മോളിന്ന് ഇങ്ങനെ. ഒരു വാട്ടർഫോൾസ് ഉണ്ട്, പിന്നെ അതാ ഇവിടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, ചെറിയൊരു ഫാൾസ്. ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്, കിടിലം വ്യൂ ആണ്. നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നേരെ ടൗണിലേക്ക് പോവാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, അപ്പോൾ എന്തെങ്കിലും പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ ടൗൺ എത്താറായിട്ടുണ്ട്. ശനിയാഴ്ചയാണ്. പിന്നെ വലിയ കാലാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല, നല്ല വെയിലാണ്. പിന്നെ വെയിൽ നമ്മൾ നാട്ടിലത്തെ പോലെ ഫീൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ജീൻസ് ഇട്ടുകൊണ്ട് അത് ഫീൽ ആവുന്നുണ്ട്. അല്ലാണ്ട് കയ്യിലൊക്കെ മറ്റേ തണുത്ത കാറ്റാണ് അടിക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, നല്ല സുഖമുണ്ട്. നമ്മൾ വരുമ്പോൾ ഇരുട്ടായതുകൊണ്ട് വരുമ്പോഴുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ പോകുമ്പോൾ അത് നമുക്ക് ഡെഫിനറ്റായിട്ട് കാണാം. ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ നേരെ താഴേക്ക് പോകുമായിരിക്കും മിക്കവാറും. വേറെ എങ്ങോട്ടും പോകാൻ പ്ലാനില്ല. ചിലപ്പോൾ മറ്റേ വഴിക്കൊന്ന് കറങ്ങുമായിരിക്കും, പില്ലർ റോക്ക്, ഗുണ കേവ്സ്, ആ വഴി കൂടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമായിരിക്കും. എനിക്ക് തോന്നുന്നു ടൈമുണ്ട്. സമയം ഇപ്പം ഏകദേശം 12:30 അല്ല 11:30. അവിടെ ഒരു ഫൗണ്ടെയിനൊക്കെ കണ്ടോ? ലെഗ് പീസ് ബിരിയാണി തന്നെ. എല്ലാവർക്കും ഫുഡും കിട്ടി. കൊഞ്ചം പോകുന്നുണ്ടോ? അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നല്ല ലെഗ് പീസ് ബിരിയാണി ഉണ്ട്, കിട്ടി. നല്ല ഇടക്കലക്കി, നല്ല വിശപ്പുണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പോയി വണ്ടിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. 500 600.
അത്യാവശ്യം നൈസ് ട്രാഫിക് ഉണ്ടല്ലോ. ഇവിടുന്ന് താഴേക്കാണ് പൂമ്പാറ. ഇവിടുന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ പൂമ്പാറ, പൂണ്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളെത്തും. ഇതിന് കുറേ നാൾ മുന്നേ ബാക്കിലായിരുന്നു ചെക്ക് പോസ്റ്റ്. ഇപ്പോൾ 2 ലൈനൊക്കെ ആയി. അത് നല്ലതാണ്, ട്രാഫിക് കുറേ കുറയും. ബസ് പാർക്കിംഗ് ഏരിയ ഒക്കെ ഭയങ്കര വലുതാക്കി സെറ്റപ്പാക്കി. എൻ്റെ അമ്മ പൊടി. എൻ്റെ മോനെ ഇവിടെ മൊത്തം കോടയാണല്ലോ. ഇവിടെ മൊത്തം കോട മൂടി നിൽക്കുന്നു. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കോടോക്ക് പൂമ്പാറൊക്കെ പോകുന്ന വഴി കിടലായിരിക്കും ഇപ്പോൾ. പക്ഷെ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ടൈം ഒരുപാടാവും. തിരിച്ചു വരുമ്പോഴേക്കും ഈ വഴിക്ക് പോവാം, കണ്ടിന്യൂ ചെയ്യാം. ഇവിടെയുള്ള ടൈലാരൻ്റെ അടുത്തോണ്ട് പോയത്.
ടൗണിലേക്ക്. അപ്പോൾ അതാ ഇതിൽക്കൂടെയാണ് നമ്മൾ കുറേ ടൗണിലേക്ക് പോകേണ്ടത്. നമ്മൾ വരുമ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് ഗോൾഫ് കളിക്കുന്നു. മനസ്സിലായി? ഈ ചേട്ടനാണ് ഒന്നും പഠിച്ചത്. ഈ ചേട്ടനൊന്നും അടിക്കാൻ പോണത്. പോണതാ ലാംബോഗിനി. ഓയ് തണുപ്പുണ്ട് ഗായ്സ്, സീനാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിന് ടാറ്റ പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പ് മെല്ലെ മെല്ലെ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട്. കൊച്ച് മുകളിൽ സൺ റൂഫ് എൻജോയ് ചെയ്തു. ആ അവിടെ നിർത്തി നല്ല ബജ്ജി കഴിച്ച്, നല്ല ചൂടായിട്ട് ബജ്ജി കിട്ടി. വാഴക്ക ബജിയും കിട്ടി. ഞാൻ ഒരു വാഴക്ക ബജിയും കഴിച്ച്, അമ്മ രണ്ടുപേരും മുളക് ബജി വെച്ച് കഴിച്ച്, നൈസായിട്ടൊരു കാപ്പി കുടിച്ച് ഇറങ്ങി അവിടെ. അപ്പോൾ പഴനി എത്തി. പഴനിയിൽ നിന്ന് മെയിൻ എൽഎച്ചിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത് കൂടെ ആൾക്കാർ കണ്ടമാനം പേര് നടന്നു പോകുന്നുണ്ട്. പഴനിക്ക് എന്തോ വിശേഷ ദിവസമാണെന്ന് തോന്നുന്നു. കുറേ പേര് നടന്നു പോകുന്നുണ്ട്. ഇതാണ് പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന വഴി. പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്താണ്. ഷോർട്ട് ബ്രേക്ക് എടുത്ത സ്ഥലം നൈസ് സ്ഥലമാണ്. നല്ല തെങ്ങും തോപ്പ്. ഇത് അതിൻ്റെ ഇടയിലൊരു വീടുമുണ്ട് കണ്ടോ. മിക്കവാറും ഈ തോപ്പിൻ്റെ ഓണറായിരിക്കും. സെറ്റപ്പായിട്ടുണ്ട്. ഒരവസ്ഥയെ കണ്ണൊക്കെ കണ്ടോ, ഒടി അടിച്ചിട്ടേ അമ്മേ കണ്ണൊക്കെ സീനാണ്. എന്താ ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇനിയൊരു മണിക്കൂറും കൂടെ ഉണ്ടാവും പാലക്കാട്ടേക്ക്. 1 ഹവറും കൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഒരു കിടിലൻ സീനുണ്ട് മോനെ, കാണിച്ചു തരാം. എന്താ ഏതാ മോനെ സൺസെറ്റ്, കിടിലൻ സാധനം. ഓക്കെ, പക്ഷികൾ പറക്കുന്നുണ്ടോ.